പ്രിയപ്പെട്ടവരെ, സിനിമാ നോട്ടത്തിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറുപ്പ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം സൂര്യ അഭിനയിച്ച വിശ്വനാഥ് ആൻഡ് സൺസ് ഈ ചിത്രം ആരാധകരെ തൃപ്തിപ്പെടുത്തുമോ? സാധ്യത വളരെ കുറവാണ്. കാരണം ഒരു സൂര്യ ചിത്രത്തിൽ നിന്നും പ്രേക്ഷകർ ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കും. അതാണ്, ഈ ചിത്രം ഒരു കൊമേഴ്ഷ്യൽ ഫാമിലി ഡ്രാമ എന്നുള്ള നിലയ്ക്കാണ് അവർ പ്രതീക്ഷിച്ചതെങ്കിലും ഒരു പോയിന്റ് കഴിഞ്ഞ സമയത്ത് ആ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് പാടെ നിരാശപ്പെടുത്തുകയും ഏതാണ്ട് ഒരു സീരിയലിന്റെ നിലവാരത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഈ ചിത്രത്തിന്റെ പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം മികച്ച ഒരു ആദ്യ പകുതിയായിരുന്നു. അതായത് സൂര്യ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ മമിത ബൈജുവിന്റെ കഥാപാത്രം, രാധിക ശരത് കുമാർ ചെയ്ത കഥാപാത്രം, ഇവരെക്കിടയിലുള്ള ചില നർമ്മങ്ങളും രസകരമായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഒക്കെ കൊണ്ട് ആദ്യ പകുതി പ്രേക്ഷകരെ ബോറടിക്കാതെ കൊണ്ടുപോയി. പക്ഷെ രണ്ടാം പകുതി എത്തിയ സമയത്ത് ഇവർക്ക് കഥ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിയാൻ പറ്റാതായി. ഓവർ സെന്റിമെന്റാലിറ്റി വന്നു. കഥ മറ്റൊരു സ്ഥലത്തിലോട്ട് പറിച്ചു നട്ടപ്പോൾ മൊത്തത്തിലുള്ള ആ ഒരു അതുവരെയുള്ള ഒരു ഫ്ലോ നഷ്ടമായി. പിന്നെ അത് മറികടന്നത് സൂര്യയുടെയും മമിത ബൈജുവിന്റെ ഒക്കെ പെർഫോമൻസ് കൊണ്ട് ഒരു പരിധി വരെ അവർക്ക് പറ്റിയെങ്കിലും പക്ഷെ പൂർണ്ണമായി അതിൽ വിജയിച്ചോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതായത് ഈ ആക്ടേഴ്സിനെ രക്ഷിച്ചെടുക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് ഈ സ്ക്രിപ്റ്റ് ചിത്രത്തിന്റെ വിധി എഴുതി കഴിഞ്ഞു എന്നുള്ളതാണ്. രണ്ടാം പകുതിയിൽ മലയാളത്തിലോ അല്ലെങ്കിൽ തമിഴിലോ തെലുങ്കിലോ ഒക്കെ കാണുന്ന പോലത്തെ മെഗാ സീരിയലുകൾ നാണിച്ചു പോകുന്ന തരത്തിലുള്ള ക്രിഞ്ച് ഫെസ്റ്റ് ആണ് നമ്മൾ കണ്ടത്. ജനനായകനിലെ വിജയുടെ കൂടെയുള്ള ഒരു മികച്ച കഥാപാത്രത്തിന് ശേഷം ഈ ചിത്രത്തിൽ സൂര്യയുടെ കൂടെ മമിത വളരെ നന്നായി പെർഫോം ചെയ്തു. അത് മമിതയുടെ കരിയറിൽ തന്നെ ഒരു ബ്രേക്ക് ആയിരിക്കും ഈ സിനിമ. രസകരമായ ഒരു കഥാപാത്രമാണ്, വളരെ ഫണ്ണിയാണ്, വളരെ കുസൃതിയൊക്കെ നിറഞ്ഞ കഥാപാത്രമാണ്. ഒരു പക്ഷെ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ കൈവിട്ടു പോയേക്കാവുന്ന ഒരു കഥാപാത്രത്തെ മമിത നല്ല രീതിയിൽ ക്യാരി ചെയ്യുന്നുണ്ട്. ചിത്രത്തിന്റെ ഒരു പ്രിമൈസ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി പണക്കാരുടെ കുറച്ച് പ്രശ്നങ്ങളാണ്. അപ്പൊ അത് സാധാരണക്കാരായ കാണികൾക്ക് എത്രത്തോളം ഇത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പൂർണ്ണമായി ഉറപ്പില്ല. പക്ഷെ നമ്മൾ കാണാത്ത കാഴ്ചകളാണ്, നമ്മൾ ഇതുവരെ അറിയാത്ത ജീവിതങ്ങളാണ്. ആ കെട്ടുകാഴ്ചകൾ കണ്ടിരിക്കാൻ ഒരു പക്ഷെ പ്രേക്ഷകർക്കൊരു താല്പര്യം ഉണ്ടായേക്കും. ഇതിലെ സൂര്യയുടെ കഥാപാത്രം തന്നെ പണം കൂടുതലായതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണ്. അയാളും അയാളുടെ അമ്മയും അടങ്ങുന്ന ഒരു കുടുംബം, ഒരു കൊട്ടാരം പോലത്തെ വീട്, അവിടേക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു അതിഥി വരുന്നതും ആ വ്യക്തി ഇവരുടെ കുടുംബവുമായി അലിഞ്ഞു ചേരുന്നതും പിന്നെ ഉണ്ടാവുന്ന സംഭവങ്ങളും ഇങ്ങനെ പോകുന്ന ഒരു തരത്തിലാണ് ഇതിന്റെ കഥ വന്നിട്ടുള്ളത്. ചിത്രത്തിന്റെ തുടക്കം മുതൽ സംവിധായകൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, സംവിധായകൻ വെങ്കി അറ്റ്ലൂരിയാണ്, ലക്കി ഭാസ്കർ ഒക്കെ ചെയ്തിട്ടുള്ള സംവിധായകനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സീരിയലുകളൊക്കെ കാണുന്ന ഒരു ഫാമിലി ഓഡിയൻസിനെ പിടിച്ചിരുത്തുക എന്നതാണ്. കാരണം ഇതിലെ കുറച്ച് നർമ്മ രംഗങ്ങളൊക്കെ വളരെ നന്നായി വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു മീറ്റർ പിടിച്ചു പോകുന്നതിന് പകരം ഒരു പോയിന്റ് കഴിഞ്ഞ് പിന്നെ പൂർണ്ണമായും സെന്റിമെന്റാലിറ്റിയിലേക്കും ഓവർ ഡ്രാമയിലേക്കും ഒക്കെ വഴുതി വീണ് ഏറെക്കുറെ പ്രേക്ഷകർ തിയേറ്ററിൽ ഇരുന്ന് ഉറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ചിത്രം മാറുന്നുണ്ട്. ഈ ചിത്രത്തെ ഒരു പരിധി വരെ താങ്ങി നിർത്തുന്നത് നിമിഷ് രവിന്റെ DOPയും അതുപോലെ GV പ്രകാശ് കുമാറിന്റെ മ്യൂസിക്കുമാണ്. നിമിഷ് രവി തന്നെ കൊണ്ടാവുന്ന പോലെ നല്ല നല്ല ഫ്രെയിമുകൾ, വളരെ ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. എഗെയിൻ നമ്മൾ ഇതിന്റെ സ്ക്രിപ്റ്റിലേക്ക് പോയാൽ ഒട്ടും മെച്യൂർഡ് അല്ലാത്ത രീതിയിൽ എഴുതപ്പെട്ട കുറെ രംഗങ്ങൾ കാണാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതിൽ 2 ആക്ഷൻ ബ്ലോക്കുകളുണ്ട്. ഒരുപക്ഷെ സൂര്യയുടെ ഡൈഹാർഡ് ഫാൻസിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള രംഗങ്ങളാണ്. ഇതിൽ സൂര്യയുടെ കഥാപാത്രവുമായിട്ട് അതൊട്ടും മാച്ച് അല്ല. എന്നാൽ പോലും ഈ 2 ആക്ഷൻ രംഗങ്ങളെ എടുത്ത രീതി നോക്കിക്കഴിഞ്ഞാൽ അതൊട്ടും തന്നെ കാണികൾക്ക് കൺവിൻസിങ് ആവുന്നില്ല എന്നുള്ളതാണ്. ഈ ആക്ഷൻ രംഗങ്ങളും വില്ലന്മാരെ ഇടിച്ചിടുന്ന ഹീറോയും ഒക്കെ പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ആ ആക്ഷൻ രംഗത്തിൽ ഒരു നെസസിറ്റി ഉണ്ടാവണം, കാരണം നമുക്ക് കൺവിൻസിങ് ആയിരിക്കണം. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ DC കണ്ടിരുന്നു. അതൊരു ആക്ഷൻ സിനിമയാണ്. അതിൽ ഓരോ ആക്ഷനും കാണികൾക്ക് കൈയടിക്കാൻ തോന്നുന്നത് അത് അവിടെ അത്യാവശ്യമാണെന്നും നായകൻ അല്ലെങ്കിൽ നായിക വില്ലന്മാരെ അടിച്ചിടേണ്ടത് ഞങ്ങളുടെ കൂടെ ആവശ്യമാണെന്ന് കാണികൾക്ക് തോന്നുന്നിടത്താണ് അത് വിജയമാവുന്നത്. പക്ഷെ ഈ ചിത്രത്തിലേക്ക് വരുമ്പോ എന്തിനോ വേണ്ടി കുറച്ച് ആൾക്കാരെ നിർത്തി സൂര്യയുടെ ഹീറോയിസം കാണിക്കുന്നു. ഈ ചിത്രത്തിൽ വിവാഹം, കൺസെന്റ്,
അതേപോലെ ഡേറ്റിംഗ്, ഇതൊക്കെ ആയി ബന്ധപ്പെട്ട് കുറെ അധികം ചിന്തകൾ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും ഇതെടുത്തിട്ടുള്ളത് ഒരു പക്ക കൊമേഴ്ഷ്യൽ ചിത്രത്തിന്റെ രീതിയിലായതുകൊണ്ട് അത്തരം വളരെ സീരിയസ് ആയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രം ഒരു ഗൗരവം ഈ ചിത്രത്തിന് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഇത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. പോസിറ്റീവായി തോന്നിയ ഒരു കാര്യം, ഇതിൽ നായകനെ അങ്ങനെ സമ്പൂർണ്ണ ഗുണവാനായിട്ടൊന്നും കാണിക്കുന്നില്ല. നമ്മൾ ഈ സമൂഹത്തിന്റെ സദാചാര കണ്ണി കൂടെ നോക്കുമ്പോൾ എല്ലാം തികഞ്ഞ നായകന്മാരാണ് പൊതുവേ നമ്മൾ തമിഴ് സിനിമയെ കാണാറുള്ളത്. ഇവിടെ അതില്ല. അയാളെ ഒരു സാധാരണ എല്ലാ വികാരങ്ങളുള്ള ഒരു പച്ച മനുഷ്യനായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു രംഗങ്ങളൊക്കെ വളരെ നന്നായിട്ട് സിനിമ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ ഒരു ജെൻഡർ കാഴ്ചപ്പാടിൽ നോക്കുമ്പോഴേ, ആണ് പെണ്ണെന്നുള്ള കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഈ കുടുംബത്തിലെ പുരുഷന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ സിനിമ ചില കാര്യങ്ങൾ പറയുന്നത്. അതിനെ പറ്റി എന്താ തോന്നിയേ? അതെ, അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് ഭർത്താക്കന്മാർക്ക് മറ്റ് റിലേഷൻഷിപ്പുകളാവാം, അത് ഭാര്യമാര് സഹിക്കണം. ഈ ചിത്രത്തിൽ ഭാര്യമാരെ കാണിച്ചിരിക്കുന്നത് ഈ ഭർത്താക്കന്മാരുടെ ഇങ്ങനെയുള്ള സാഹസങ്ങളൊക്കെ സഹിച്ച് ജീവിക്കേണ്ട ആൾക്കാരായിട്ടാണ്. അപ്പോൾ ചുരുക്കത്തിൽ വിശ്വനാഥ് ആൻഡ് സൺസിനെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം? വിശ്വനാഥ് ആൻഡ് സൺസ് ഒരു പാതി വെന്ത ഒരു കോമഡി റൊമാൻറ്റിക് ഫാമിലി ഡ്രാമയാണ്. അപ്പോ ഇല്ലത്ത് നിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മ തൊട്ട് എത്തിയില്ല എന്നുള്ള തരത്തിൽ അവരാകെ കൂടെ ഒരു കുഴഞ്ഞ മട്ടിലുള്ള കുറച്ച് കൈവിട്ടുപോയ ഒരു ചിത്രമാണ്. പക്ഷെ ഈ ചിത്രം ഓടിയേക്കാം. കാരണം നമ്മളിപ്പോ അറിയുന്നത് DC പോലൊരു കേരളത്തിൽ തരംഗം സൃഷ്ടിച്ച ചിത്രം തമിഴ്നാട്ടിൽ ഫിനാൻഷ്യലി ഒരു ഫെയിലാന്നാണ്, അത് ബോക്സ് ഓഫീസ് പരാജയപ്പെടുന്നാണ് അറിയുന്നത്. അപ്പോ വിശ്വനാഥ് സൺസ് ഒരു പക്ഷേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടേക്കാം. ഓവർ സെന്റിമെന്റാലിറ്റി, നായകന്റെ ഹീറോയിസവും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം പ്രേക്ഷകർക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടേക്കാം. പക്ഷെ ഒരു നല്ല ചിത്രം കാണാൻ പോകുന്ന പ്രേക്ഷകർക്ക് നിരാശ മാത്രം സമ്മാനിക്കുന്ന ചിത്രമായി ഇത് മാറുന്നുണ്ട്. സിനിമാ നോട്ടത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് അടുത്ത ആഴ്ച ഓണം റിലീസ് ചിത്രങ്ങളുണ്ട്. ഓണം റിലീസ് ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നന്ദി.